ചാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാതിരിക്കാനുള്ളതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ വെൽനസ് ആണ് ഇനി അങ്ങോട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഇൻഡസ്ട്രി. അതായത് IT ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഇൻഡസ്ട്രി വെൽനസ് ആണ്. ഇനി വെൽനസും ആയുർവേദമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ, ആയുർവേദം എന്ന് പറഞ്ഞാൽ വേദ ഫോർ യുവർ ആയുഷ്. ആയുഷിന്റെ വേദമാണ് ആയുർവേദം. മനസ്സിലായില്ലേ? ആയുഷിന്റെ വേദമാണ്. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ആയുർവേദ ചികിത്സ എന്നല്ല, ആയുർവേദ ജീവിതചര്യ എന്നാണ് പറയുക. ചികിത്സ ഒരു ഭാഗം മാത്രമാണ്, ജീവിതചര്യയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാവിലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് മുതൽ എല്ലാം ആയുർവേദത്തിനകത്തുള്ളതാണ്. പണ്ട് ഋഷിവര്യന്മാർ പറയാത്ത ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം ആയുർവേദത്തിനകത്തുള്ളതാണ്. ഇത് ഹോളിസ്റ്റിക് ആണ്, ക്യൂറേറ്റീവ് ആണ്, ലോങ് ടൈം സസ്റ്റൈനബിൾ ആണ്. എന്താണ് ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? ശരീരത്തിന്റെ മൊത്തം ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാണ് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത്. മോഡേൺ മെഡിസിനൊക്കെ നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്, നെഫ്രോ ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, ഡയബറ്റോ റെറ്റിനോപത്തോളജിസ്റ്റ് ഉണ്ട്. ശരീരത്തിൽ ഓരോ ഭാഗത്തിൽ ഓരോ കോശങ്ങൾക്കും ഓരോ ഡോക്ടർമാരായി. ഇനി ഇടത്തെ കണ്ണിന് ഡോക്ടർ, വലത്തെ കണ്ണിന് ഡോക്ടർ മാത്രമേ വരാനുള്ളൂ. ഡോക്ടർ എല്ലാത്തിനും സ്പെഷ്യൽ ഡോക്ടർമാരായി ഇല്ലേ? അപ്പൊ ഇങ്ങനെ വരുവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ശരിക്കും നമ്മള് ഇതിനെ ലോങ് ടൈം സസ്റ്റൈനബിൾ ആണ്, നമ്മൾ എന്തുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൂടാ? സെൽഫ് ഹീലിംഗ് ആണ്, സേഫ് ആണ്, നാച്ചുറൽ ആണ്. എലിമെന്റ്സ് വെൽനസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആയുർവേദത്തിന് എത്രയും നല്ലതാണെന്ന് അറിയാമെങ്കിൽ കൂടെ ആയുർവേദത്തിന്റെ പ്രശ്നമുണ്ട്. ആയുർവേദം പലപ്പോഴും സ്ലോ ആണ്. ആയുർവേദത്തിന് പഥ്യമുണ്ട്, ആയുർവേദം പ്രാക്ടിക്കൽ അല്ല. ഇതാണ് എന്റെ അഭിപ്രായം. കാരണം എനിക്ക് നടുവിൽ 2 ഡിസ്ക് തെന്നിപ്പോയ സമയത്ത് ആയുർവേദത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോയി, കിഴി കുത്തിയത് മാത്രം നല്ലതായിട്ട് തോന്നി. കഷായം കുടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തു. കഷായം കുടിക്കാൻ പറ്റില്ല, പഥ്യം നോക്കാൻ പറഞ്ഞാൽ അത്രയോളം പറ്റില്ല. അപ്പൊ എന്റെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ വന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ ആയുർവേദത്തിൽ അവോയ്ഡ് ചെയ്തു. ഓരോ രണ്ട് ഗുളിക കഴിച്ച പോലെ ഇത് രാവിലെ കഷായം, ഇത് 30 വല്ലി വെള്ളത്തിൽ തിളപ്പിച്ചാൽ വെള്ളത്തിൽ കഷായം ഒഴിച്ച് വേറൊരു കഷായം ചേർത്ത് കഴിക്കുക, പെട്ടെന്ന് മിക്സ് ചെയ്ത് കഴിക്കുക, തൈലം തേക്കുക. ഇത്തരം മേൽക്കടന്ന് ഗുളിക കഴിച്ചാൽ പെയിന്റുകൾ വെച്ചാൽ പോകും. നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മെനക്കെടാൻ കഴിയുന്നത്. അവിടെയാണ് എലിമെന്റ്സ് വെൽനസിന്റെ പ്രത്യേക. പ്രാക്ടിക്കൽ ആയുർവേദമാണ്. കാരണം മോഡേൺ ഡേ യൂസേജിന് വേണ്ടുന്ന കാര്യമാണ്. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് അവർ ഇറക്കിയിരിക്കുന്നത്. സോ ട്രഡീഷണൽ വഴിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഏറ്റവും അവസാന വാക്കാണ് ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ. അത് പ്രകാരം ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. എക്സ്റ്റെൻസീവ് റിസർച്ച്, വളരെ ദീർഘനാളത്തെ റിസർച്ചിന് ശേഷം ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ മാനുഫാക്ചറിംഗ് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ പലപ്പോഴും ആയുർവേദം നമ്മുടെ